ഹലോ, എല്ലാവർക്കും ഓൾ മൂവി കണ്ടന്റ്. സോറി, ഞാൻ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ പേര് ഇത്തിൽ കണ്ണിയാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഓൾ മൂവി കണ്ടന്റ് മീഡിയ എന്ന് ഞാൻ പറയുമ്പോൾ കുറേ പേര് കണ്ടന്റ് എന്ന് കേൾക്കുന്നത് കണ്ടം എന്നാണ്. അപ്പോൾ വെറുതെ എന്തിനാ അതൊക്കെ പറഞ്ഞ് റിസ്ക് എടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പേര് ഇത്തിൽ കണ്ണി എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇത്തിൽ കണ്ണീൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പേര് മാറ്റിയുള്ള ആദ്യത്തെ ഒരു മൂവി റിവ്യൂവിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് മൂവി റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏത് പടത്തെക്കുറിച്ചാണെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ 2026 മനോരമയിൽ ഇപ്പോൾ റിലീസായ ഒരു പടമാണ് ഡോസ്. അപ്പോൾ ആ ഡോസ് എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ. അപ്പോൾ നമുക്ക് ആ ഡോസ് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഡോസ് എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, ഒരു ആവറേജ് മൂവി. ഇതൊരു ത്രില്ലർ എന്ന് പറഞ്ഞാണ് ഇവർ ഇറക്കിയത്. പക്ഷേ ചില സമയം ഇത് ഹൊറർ ആവുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷേ അത് ഹൊറർ ആവില്ല, അവിടെ ത്രില്ലറാണ് വരുന്നത്. എനിക്ക് ഒറ്റ കാര്യം ഇത് പറയാനുള്ളൂ എൻ്റെ ഡയറക്ടറിനോട്. ഇത് കുറച്ചും കൂടെ ഹൊററാക്കിയിട്ട് ഒരു ഹോസ്പിറ്റൽ ബേസായി ഒരു ത്രില്ലർ ഹൊറർക്കും പേടിപ്പിക്കുന്നതൊക്കെ ആക്കിയിരുന്നെങ്കിൽ ഇത് നന്നായിരുന്നേനെ. പക്ഷെ ഇത് നിങ്ങൾ ചെയ്തത് അത്ര പോരാ. എല്ലാം ആവറേജ് ആയിട്ടായിരുന്നു. ഇതിൻ്റെ മ്യൂസിക് ആവറേജ്, ഇതിൽ അഭിനയ ആവറേജ്, ഡയറക്ടർ ആവറേജ്, പിന്നെ ഡയറക്ടർ തന്നെയാണ് അഭിലാഷനായ ചങ്ങായി തന്നെയാണ് റൈറ്റും ചെയ്തേക്കുന്നത്, അതും ആവറേജ്. ഇതിലൊന്നും വലുതായിട്ട് പറയാനൊന്നുമില്ല, എല്ലാം ആവറേജ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു വട്ടം വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ആവറേജ് ത്രില്ലർ മൂവി, അത്രയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചവരെ കുറിച്ച് അധികം പറയാനാണെങ്കിൽ ഇതിലെ മെയിൻ പ്രധാന വേഷം ചെയ്തത് നമ്മളെ സിജു വിൽസനാണ്. സിജു വിൽസൻ്റെ അഭിനയം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് നന്നാവും, ഇടയ്ക്ക് പോവും, വീണ്ടും നന്നാവും, പിന്നെയും പോവും. പിന്നെ ചങ്ങായിൻ്റെ ക്യാരക്ടർ ഒരു ചേഞ്ചൊക്കെ നടത്തുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ചങ്ങായിൻ്റെ അഭിനയം കാണുമ്പോൾ ചങ്ങായി ഒരു വേറൊരു ആളായിട്ട് അഭിനയിക്കുന്നത്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു പൊട്ടൻ കളിയാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടനെ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു എക്സ്പ്രഷൻ ഒന്നും കറക്റ്റാവാതെ ഒരുമാതിരി ബോറായിരുന്നു. പിന്നെ ഇതിലെ നായികനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒന്നല്ല, ഒരുപാട് നായികന്മാരുണ്ട്. അതുമല്ല, എല്ലാവർക്കും പ്രധാന റോളായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പറയും നായികമാരെ കാര്യം. സിജു വിൽസൻ്റെ പേരായി വന്ന ഒരു നായിക ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക, കുറേ സിനിമയിൽ ഇതിൽ മറ്റേ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പെണ്ണിനെ അതേപോലെ ആ ഹീറോയിനൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ സിനിമയിൽ എന്താ പറയുക, വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ നല്ല ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറേ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇതിലെല്ലാവരും നമുക്ക് കാണുമ്പോൾ പുതിയൊരാളാണെന്ന് തോന്നില്ല. നമ്മൾ എവിടേക്കോ കണ്ടു മറന്ന് ഏതൊക്കെയോ പടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. കാരണം എന്ന് വെച്ചാൽ അവരെല്ലാം കുറേ പടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അനിത്യായിട്ട്, പിന്നെന്താ പറയുക, നായകൻ്റെ കൂട്ടുകാരനായി, എൻ്റെ പേര് കുടുംബത്തിലെ ഒരാളായി, അങ്ങനെ പല ചെറിയ വേഷങ്ങളും ചെയ്ത ആൾക്കാരുണ്ട്. അവരെല്ലാം കൂടെ ഒരു ഹോസ്പിറ്റലിലായി കഥ നടക്കുന്നുണ്ട്. അവരെല്ലാം കൂടെ അവിടേക്ക് അങ്ങ് കൊണ്ടുവന്ന് അവിടെ അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് അവരെ അവിടെ കൊണ്ടുവന്നിട്ട് അവരെ വലുതായിട്ടൊന്നും യൂസ് ചെയ്തില്ല. അവർക്ക് പറ്റുന്ന പോലെ അവരെ റോളങ്ങ് ചെയ്യിപ്പിച്ച്, അത്ര തന്നെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ പല സമയം ചിലവരെ അഭിനയം ഡെലിവറി ഒരു ഭംഗി ഒന്നിനും കൊള്ളൂല. ഒരുമാതിരി ഡയലോഗ് ഡെലിവറിയൊക്കെയാണ്. അഭിനയം കുറച്ചതിനും കൊള്ളാന്ന് പറയുമ്പോൾ ഡയലോഗ് റെഡി ആവുന്നവർക്ക് അഭിനയം പോകും. ഇതൊന്നും കൃത്യമായിട്ട് വരുന്നില്ല ആർക്കും, എല്ലാം പോയി. പിന്നെ അത് അവരെ കുഴപ്പം തന്നെ പറയില്ല, ഡയറക്ടറിൻ്റെ ഒക്കെ കുഴപ്പം തന്നെയാണ്. പിന്നെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടമായതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഇടയ്ക്കെങ്കിലും എനിക്ക് ത്രില്ല് തോന്നിയത് സിനിമ കണ്ടിട്ടല്ല, സിനിമേൻ്റെ ബിജിഎമ്മും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കണ്ടിട്ടാണ്. സിനിമ ഒരു വഴിക്കാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബിജിഎമ്മും വേറെ വഴിക്കാണ്. സത്യം പറയല്ലോ, ഒരു ത്രില്ലർ പടത്തിന് വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ടും ബിജിഎം ഒക്കെ നമ്മളെ ഗോപി സുന്ദറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ചങ്ങായി ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ ഇടുന്നുണ്ട്. പക്ഷെ ആ സിറ്റുവേഷൻ നമുക്ക് അത്ര ത്രില്ല് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഒരുമാതിരി നമുക്ക് പ്രാന്താവുന്ന പോലെയാണ് നമുക്ക് തോന്നി. ഈ ബിജിഎമ്മും ഇതൊക്കെ ഒരുമാതിരി വെർപ്പിക്കലായിട്ടൊക്കെ തോന്നുക. പക്ഷെ സംഭവം നല്ല സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ബിജിഎമ്മേ ഗോപി സുന്ദർ. പിന്നെ ഇപ്പം ഇതിലിപ്പോൾ ആരൊക്കെയോ ഉണ്ട്, കുറേ പേരുണ്ട്. പിന്നെ അറിയുന്ന നമ്മളെ ജഗദീഷ് ചേട്ടൻ ഉണ്ട്. ജഗദീഷ് ചേട്ടൻ എന്തിനാ വന്നതെന്ന് എനിക്കൊന്നും അറിയില്ല. കുറച്ച് പൈസ കിട്ടുമെന്നായപ്പോൾ കയറി വന്ന പോലെ ഉണ്ട്. ഒരാവശ്യമില്ലാത്തൊരു റോളായിപ്പോയി ജഗദീഷ് ചേട്ടനെ. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം ഞാൻ കാട്ടാളനിൽ കണ്ടു. കാട്ടാളനിലും വലിയ ആവശ്യമില്ല, ഇതിലും ഒരു ആവശ്യമില്ല. എന്തിനോ വന്ന് എന്തിനൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ വലിയ ഡയലോഗ് പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോർട്സ് കുറച്ച് ഞാൻ ഇട്ടതിൽ കുറേ പേര് അതിനും എന്താ പറയുക, മൂവി ഏതാ ചോദിച്ചൊക്കെ വന്നിട്ടുണ്ട്. മൂവിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞ ഡോസ്. 2026 മനോരമ മാച്ചിലുണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കണ്ടാൽ മതി, പറ്റില്ലെങ്കിൽ കാണണ്ട. ഒരു വട്ടം കാണാനുള്ള പടമേ ഉള്ളൂ. ഞാൻ ഉറപ്പിച്ചാൽ ഒരു വട്ടം കാണാനുള്ള പടമേ ഈ സിനിമയിലുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ മറ്റേ കുറേ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരാളെ, ഒരു
മറ്റേ ചെങ്ങായിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞൊരു പ്രത്യേകമുള്ള ഒരു നടനാണ്. ചെങ്ങായിൽ കയറി വരുന്നുണ്ട്. ചെങ്ങായിൻ്റെ തുടക്കത്തിൽ ഇൻട്രോ തന്നെ ഭയങ്കര കോമഡി ആയിപ്പോയി. പിന്നെ പടം ഫുള്ളും കോമഡി ആയിപ്പോയി. പിന്നെ അവസാനമൊക്കെ കോമഡി എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടല്ലേ, കോമഡി ആയിപ്പോയി. പിന്നെ അവസാനമൊക്കെ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടി ഒരു അവസാനം ഒരു പടം അങ്ങ് തീർത്ത് അത്രയാണ്. ഓരോ ഹോസ്പിറ്റലിൽ അവിടെ കുറച്ച് പേര് അവർക്ക് ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു, ഒരാൾ വേറെ കഴിക്കുന്നു. പിന്നെ ഈ കഥയിൽ തന്നെ ഒരു ജോണറായിട്ട് പോകുന്നില്ല. ഇടയ്ക്ക് നമുക്ക് ലവ് തോന്നും, ഇടയ്ക്ക് നമുക്ക് കോമഡി തോന്നും, ഇടയ്ക്ക് നമുക്ക് സീരിയസ് തോന്നും, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ കളർത്തിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ പേരും കൂടെ കളയാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു പടം. അത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും പൊട്ടപ്പടമൊന്നും ഞാൻ പറയൂല. കാരണം സുരേഷ് ഏട്ടൻ്റെ സുമതല ടീച്ചർ ഹൃദയകാരിയായ പ്രണയ എന്നൊരു പടമുണ്ട്. ആ പടം കണ്ടിട്ട് നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഇൻ്റർനാഷണൽ ആയിട്ട് ആയിരിക്കും. അല്ലാതെയൊക്കെ കാണണമെങ്കിൽ ഇതൊരു ആവറേജ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രോളർമാരൊക്കെ ഒന്ന് പോയിട്ട് ട്രോളർമാരും റോസ്റ്റർമാരൊക്കെ ഒന്ന് പോയി കണ്ട് ഒന്ന് ട്രോളാണെങ്കിൽ അത് സമാധാനമുണ്ട്. എന്തായാലും ഒരു വട്ടം ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയി വരുന്നവരേക്കും ബൈ.